നമുക്ക് ഏറ്റവും പ്രിയങ്കരിയായ ഒരു ഗായികയെക്കുറിച്ച് ഓർമ്മിക്കാൻ പറ്റിയ ദിവസമാണെന്ന് ശാന്ത പി നായർ. കാരണം നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ദാസേട്ടൻ കെ ജെ യേശുദാസ് എപ്പോഴും ആദരവോടെ പറയുന്നൊരു ഗായികയാണ് ശാന്ത പി നായർ. അതിനൊരു കാരണമുണ്ട്. 1961 ഒരു സംഭവമാണ്. ദാസേട്ടൻ കാൽപ്പാടുകൾ എന്ന സിനിമയിൽ പാടാനെത്തുകയാണ്. ആദ്യമായിട്ട് പാടുന്ന ഒരു നരുന്ത് ചെറുപ്പക്കാരനാണ് ദാസേട്ടൻ അന്ന്. അപ്പോൾ സാധാരണഗതിയിൽ അങ്ങനെയൊക്കെ ഒരു പുതിയ ചെറുപ്പക്കാരൻ പാടാൻ വന്നാലേ പ്രശസ്തരായ ഗായികമാരൊന്നും കൂടെ പാടത്തില്ല. എന്നാൽ ദാസേട്ടനൊപ്പം പാടാൻ തയ്യാറായത് അന്ന് ശാന്ത പി നായർ മാത്രമായിരുന്നു. ശാന്ത പി നായർ അന്ന് ഫീൽഡിൽ അറിയപ്പെട്ട ഒരു ഗായികയാണ്. പ്രശസ്ത ഗായികമാരെല്ലാം ഒഴിഞ്ഞു മാറിയപ്പോൾ ഈ പുതിയ ഗായകൻ്റെ കൂടെ ഞാൻ പാടാം എന്ന് പറഞ്ഞു. അത് ശാന്ത പി നായർ ശരിക്കും പറഞ്ഞത് ഞാൻ ഈ കുട്ടിക്കൊപ്പം പാടാം എന്നായിരുന്നു. ഈ സംഭവം ദാസേട്ടൻ തന്നെ പിന്നീട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ദാസേട്ടനോട് ഈ കാര്യം പറഞ്ഞത് പ്രശസ്ത സംവിധായകൻ KS ആൻ്റണി ആയിരുന്നു. അദ്ദേഹം ഇത് പുറത്തിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പി ഭാസ്കരൻ എഴുതി MP ശ്രീനിവാസൻ ഈണം പകർന്ന അറ്റൻഷൻ പെണ്ണെ അറ്റൻഷൻ എന്ന ഗാനത്തിൻ്റെ പിറവി അങ്ങനെയാണ്. ദാസേട്ടനും ശാന്ത പി നായരും ചേർന്ന് പാടിയ ഗാനമാണ് അത്. സാധാരണഗതിയിൽ പുതിയതായ ഒരു ഗായകൻ വരുമ്പോൾ എങ്ങനെ മുതിർന്ന ഗായകർ പെരുമാറണം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ മാതൃക താൻ പഠിച്ചത് ശാന്ത പി നായരിൽ നിന്നാണെന്നാണ് ദാസേട്ടൻ പിൽക്കാലത്ത് പറഞ്ഞത്. താൻ പുതിയ ഗായകർക്കൊപ്പം നിന്ന് 10ഉം 15ഉം ടേക്കൊക്കെ എടുക്കാൻ കാരണം ശാന്ത പി നായർ അന്ന് പഠിപ്പിച്ച പാഠമാണെന്ന് ദാസേട്ടൻ പറയുന്നു. പുതിയ തലമുറയ്ക്കായി വാതിൽ തുറന്ന് നൽകേണ്ടതും പ്രോത്സാഹിപ്പിക്കേണ്ടതും മുതിർന്ന ആളുകളാണ്. അവരെ പ്രോത്സാഹിപ്പിക്കുന്ന തെല്ലും അലംഭാവം കാട്ടാൻ പാടില്ല. നമ്മളത് ഒഴിഞ്ഞു മാറുകയും പാടില്ല. മുതിർന്നവരുടെ ഉപദേശങ്ങളും അറിവുകളും മൊഴിമുത്തുകളാണെന്ന് പുതിയതായി വരുന്നവരും അറിയുക. ഈ ശാന്ത പി നായർ എന്ന ഗായിക ശാന്ത ചേച്ചിയാണ്. ആകാശവാണിയുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടായിരുന്ന ആളാണ്. ശാന്ത പി നായരുടെ മകളാണ് ലത രാജു. അതുപോലെ ശാന്ത പി നായരുടെ ഭർത്താവ് K പത്മനാഭൻ നായർ. അദ്ദേഹം അറിയപ്പെട്ടൊരു റേഡിയോ പ്രക്ഷേപകൻ കൂടിയായിരുന്നു, നാടകൃത്തായിരുന്നു. അതായത് നാടകത്തിലൊക്കെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ശാന്ത ചേച്ചി ആകാശവാണി ഇടനാഴികളിൽ വെച്ച് ഞങ്ങളുടെ സൗഹൃദം പുതുക്കാനൊക്കെ അവസരം കിട്ടിയിട്ടുണ്ട്. എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരാളായിരുന്നു ശാന്ത ചേച്ചി. ഇപ്പോഴില്ല. പക്ഷേ ഈ ശാന്ത പി നായർ എന്ന് പറയുന്ന ഗായിക ദാസേട്ടനോട് കാണിച്ച മഹാമനസ്കത കൊണ്ട് നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ ഒരു ഗായകനെ കിട്ടി, ഡോക്ടർ കെ ജെ യേശുദാസ്. അപ്പോൾ പുതിയതായി വരുന്ന ആൾക്കാരോട് ഈ ഫീൽഡിൽ തലമുതിർന്നവർ എങ്ങനെ പെരുമാറണം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ശാന്ത ചേച്ചിയുടെ വാക്ക് നിലനിൽക്കുന്നു. ഈ കുട്ടിക്കൊപ്പം ഞാൻ പാടാം. മറ്റുള്ളവർ ഒഴിഞ്ഞു മാറിയപ്പോഴാണ് ഈ കുട്ടിക്കൊപ്പം ഞാൻ പാടാം. നിങ്ങളുടെ മനസ്സിൽ പ്രതിധ്വനിച്ച് നിൽക്കേണ്ട ആ വാക്കുകൾ, ഈ കുട്ടിക്കൊപ്പം ഞാൻ പാടാം. ആ തിരിച്ചറിവോടെ നമുക്ക് ഇന്നത്തെ മോർണിംഗ് ഷോ തുടങ്ങാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.